ഹെബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം. അതിനാൽ ക്രിസ്തുവചനത്തിൻ്റെ പ്രാരംഭ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറാം. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിലുള്ള വിശ്വാസം, സ്നാനത്തിൻ്റെ പ്രബോധനം, കൈവയ്പ്, മരിച്ചവരുടെ ഉയിർപ്പ്, നിത്യവിധി എന്നിവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനമിടേണ്ടതില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്കിതിൽ മുന്നേറാം. ഒരിക്കൽ പ്രകാശിതരായവരും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൻ്റെ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവരെ മനഃപൂർവ്വം ദൈവപുത്രനെ കുരിശിൽ തറയ്ക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് വീണുപോയതിന് ശേഷം മാനസാന്തരത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യം. പലവട്ടം തൻ്റെ മേൽ പെയ്യുന്ന മഴവെള്ളം കുടിച്ചിട്ട് ആർക്കുവേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങൾ മുളപ്പിക്കുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. എന്നാൽ മുള്ളുകളും ഞെരിഞ്ഞിലുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പ്രയോജനരഹിതമാകും. അതിന്മേൽ ശാപം ആസന്നമാണ്, അതിൻ്റെ അവസാനം എരിഞ്ഞമരലാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നെങ്കിലും മെച്ചപ്പെട്ടതും രക്ഷാകരവുമായ കാര്യങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഈ താത്പര്യം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉദാസീനരാകാതെ നിങ്ങൾ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകട്ടെ. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് ശപഥം ചെയ്യാൻ അവന് ആരുമില്ലാതിരുന്നതിനാൽ തന്നെക്കൊണ്ട് തന്നെ ഇങ്ങനെ ശപഥം ചെയ്തു പറഞ്ഞു: നിന്നെ ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അതിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രാഹം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. മനുഷ്യർ കൂടുതൽ വലിയവനെക്കൊണ്ടാണ് ശപഥം ചെയ്യുന്നത്. ശപഥമാണ് എല്ലാ തർക്കങ്ങളിലും അവർക്ക് അവസാന വാക്ക്. ദൈവം തൻ്റെ പദ്ധതിയുടെ അചഞ്ചലത വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ ഒരു ശപഥത്താൽ ഉറപ്പു നൽകി. മാറ്റമില്ലാത്ത ഈ രണ്ടു കാര്യങ്ങളിലും ദൈവത്തിന് വ്യാജം പറയുക സാധ്യമല്ല. നമുക്ക് മുമ്പാകെ വച്ചിരിക്കുന്ന പ്രത്യാശ മുറുകെ പിടിക്കുന്നവനായി ശരണപ്പെട്ടിരിക്കുന്ന നമുക്ക് ഇവ വഴി കൂടുതൽ ശക്തമായ സമാശ്വാസം ലഭിക്കുന്നു. ഇത് നമുക്ക് ആത്മാവിൻ്റെ ഉറപ്പുള്ളതും സുസ്ഥിരവുമായ നങ്കൂരം പോലെയും തിരശീലയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതുമാണ്. ഇവിടേക്കാണ് നമുക്ക് വേണ്ടി മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം പ്രധാന പുരോഹിതനായ യേശു മുന്നോടിയായി കടന്നു ചെന്നത്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം. സലേമിൻ്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മെൽക്കിസദേക്ക് രാജാക്കന്മാരുടെ വധത്തിനു ശേഷം മടങ്ങിവന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ അവനെ അനുഗ്രഹിച്ചു. സകലത്തിൻ്റെയും ദശാംശം അബ്രാഹം അവനുമായി പങ്കുവച്ചു. അവൻ്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും പിന്നെ സലേമിൻ്റെ സമാധാനത്തിൻ്റെ രാജാവെന്നുമാണ് അർത്ഥം. പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ലാതെ, ദിവസങ്ങൾക്ക് ആരംഭമോ ജീവിതത്തിന് അവസാനമോ ഇല്ലാതെ ദൈവപുത്രന് സദൃശനാക്കപ്പെട്ട അവൻ എന്നേക്കും പുരോഹിതനായി നിലകൊള്ളുന്നു. അവൻ എത്ര വലിയവനെന്ന് ഗ്രഹിക്കുവിൻ. പൂർവ്വപിതാവായ അബ്രാഹം യുദ്ധത്തിൽ പിടിച്ചെടുത്തവയുടെ ദശാംശം അവന് കൊടുത്തല്ലോ. ലേവിയുടെ പുത്രന്മാരിൽ പൗരോഹിത്യം സ്വീകരിച്ചിരുന്നവർക്ക് ജനത്തിൽ നിന്ന് അവർ തങ്ങളുടെ സഹോദരനും അബ്രാഹത്തിൻ്റെ മക്കളുമായിരുന്നിട്ടും നിയമപ്രകാരം ദശാംശം വാങ്ങാൻ കൽപ്പനയുണ്ടായിരുന്നു. എന്നാൽ അവരുടെ വംശാവലിയിൽ പെടാതിരുന്നിട്ടും അവൻ അബ്രാഹത്തിൽ നിന്ന് ദശാംശം സ്വീകരിക്കുകയും വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്ന അബ്രാഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്നതിൽ തർക്കമില്ല. ഇവിടെ മരിക്കുന്ന മനുഷ്യൻ ദശാംശം വാങ്ങുന്നു, അവിടെയാകട്ടെ ജീവിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തപ്പെട്ടവരും.
ഒരു വിധത്തിൽ പറഞ്ഞാൽ ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും അബ്രാഹത്തിലൂടെ ദശാംശം കൊടുത്തു. എന്തെന്നാൽ മെൽക്കീസദേക്ക് അബ്രാഹത്തെ കണ്ടുമുട്ടുമ്പോൾ ലേവി അവൻ്റെ പിതാവിൽ തന്നെ ഉണ്ടായിരുന്നു. ലേവ്യ പൗരോഹിത്യത്തിലൂടെയാണ് പൂർണ്ണതയെങ്കിൽ ജനത്തിന് അതിലൂടെയാണല്ലോ നിയമം നൽകപ്പെട്ടത്. അഹ്റോൻ്റെ ക്രമപ്രകാരം എന്നു പറയപ്പെടാതെ മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മറ്റൊരു പുരോഹിതൻ ഉദയം ചെയ്തിരിക്കുന്നതിൻ്റെ ആവശ്യമെന്ത്? കാരണം പൗരോഹിത്യത്തിൽ മാറ്റം വന്നപ്പോൾ നിയമത്തിലും മാറ്റം വരിക ആവശ്യമായിരുന്നു. ഇവയൊക്കെ ആരെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നുവോ അവൻ വേറൊരു വംശത്തിൽപ്പെട്ടവനായിരുന്നു. ആ വംശത്തിൽ നിന്നാകട്ടെ ആരും ബലിപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടുമില്ല. നമ്മുടെ കർത്താവ് വന്നത് യൂദായുടെ വംശത്തിൽ നിന്നാണെന്ന് സ്പഷ്ടമാണ്. ഈ വംശത്തെക്കുറിച്ച് പുരോഹിതരെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും മോശ പറഞ്ഞില്ല. മെൽക്കീസദേക്കിൻ്റെ സാദൃശ്യത്തിലുള്ള മറ്റൊരു പുരോഹിതൻ ഉദയം ചെയ്യുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാകുന്നു. ഇവനോ ശാരീരിക കൽപ്പനയുടെ നിയമപ്രകാരമല്ല, പ്രത്യുത അക്ഷയമായ ജീവൻ്റെ ശക്തിക്കനുസരിച്ചാണ് പുരോഹിതനായത്. എന്തെന്നാൽ നീ എന്നേക്കും മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതൻ എന്നു സാക്ഷ്യപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആദ്യ കൽപ്പന അതിൻ്റെ ബലഹീനതയും പ്രയോജനരാഹിത്യവും കൊണ്ട് അസാധുവാക്കപ്പെട്ടു. നിയമം ഒന്നിനെയും പൂർണ്ണമാക്കിയിട്ടില്ല. എന്നാൽ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന കൂടുതൽ മെച്ചപ്പെട്ട പ്രത്യാശ നിലവിൽ വന്നു. ഇത് ശപഥം കൂടാതെയല്ല, മറ്റുള്ളവർ ശപഥം കൂടാതെയാണ് പുരോഹിതരായത്. എന്നാൽ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു, അവൻ തൻ്റെ മനസ്സ് മാറ്റുകയില്ല. നീ എന്നേക്കും പുരോഹിതനാണ് എന്ന് തന്നോട് പറഞ്ഞവൻ വഴി ശപഥത്തോടെയാണ് ഇവൻ പുരോഹിതനായത്. ഇപ്രകാരം മെച്ചപ്പെട്ട ഒരു ഉടമ്പടിക്ക് യേശു അച്ചാരമായി തീർന്നു. കാരണം ശുശ്രൂഷയുടെ തുടർച്ച തടസ്സപ്പെടുത്തിയതിനാൽ നിരവധി പുരോഹിതന്മാരുണ്ടായി. എന്നാൽ അവൻ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് മാറ്റമില്ലാത്ത പൗരോഹിത്യം അവനുണ്ട്. ഇതിനാൽ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ എന്നേക്കും ജീവിച്ചുകൊണ്ട് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിയും. ഇപ്രകാരം പരിശുദ്ധനും നിർദോഷിയും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തേക്കാൾ ഉയർന്നവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്കു വേണ്ടിയും അനന്തരം ജനത്തിൻ്റെ പാപങ്ങൾക്കു വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ മാത്രമായി ഇതു ചെയ്തു. ഇപ്രകാരം നിയമം ബലഹീനതയുള്ള മനുഷ്യരെ പ്രധാന പുരോഹിതരായി നിയോഗിക്കുന്നു. എന്നാൽ നിയമത്തിന് ശേഷം വന്ന ശപഥത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെയും